ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നല്ല, എൽറ്റും ബ്രാൻഡ് കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. എംബ്രാൻ എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഷോ എന്ന് വെച്ചാൽ കേരളത്തിൽ ഫസ്റ്റ് ഡേ ലേറ്റ് നൈറ്റ് ഷോ 516 ഷോസാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിയോ ആയിരുന്നു അതിന്റെ 2ാം സ്ഥാനത്ത് എടുക്കുന്നുണ്ടായിരുന്നു. 313 ഷോ ആയിട്ട് എന്തായാലും അതിന് കടത്തി കിട്ടിയിരിക്കുകയാണ്. വലിയ ഡിഫറൻസിൽ തന്നെയാണ്. പിന്നെ പടം കേരളത്തിൽ മൊത്തത്തിൽ 746 സ്ക്രീനിലാണ് പുറത്തിറങ്ങിയത്. 4500 കൂടുതൽ ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പണിംഗ് ഡേയിൽ 50 കോടിയുടെ മുകളിൽ കിട്ടുന്ന ആദ്യ പടമായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 50 കോടി എന്നുള്ളതല്ല, അതിനായിട്ട് കൂടുതൽ തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും യുകെയിലൊക്കെ വലിയ ഓപ്പണിംഗ് തന്നെയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലിയോനൊക്കെ മറികടന്നിട്ടുണ്ട് ഈ പടം. പിന്നെ ഗൾഫ് ബോക്സ് ഓഫീസിൽ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം എമ്പുരാനായി മാറിയിട്ടുണ്ട്. ഫസ്റ്റിൽ, സെക്കൻഡ് ബാഹുബലി 2 ആണ്, തേർഡ് ലിയോ ആണ് കിടക്കുന്നത്. പിന്നെ ഞാൻ കളക്ഷന്റെ കാര്യം പറഞ്ഞു. ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്ന് കറക്റ്റായി പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 2.45 മില്യണും, നോർത്ത് അമേരിക്കയിൽ നിന്ന് 941K, UK അയർലൻഡിന് 812K, ഓസ്ട്രേലിയയിൽ നിന്ന് 309K, ന്യൂസിലാൻഡിന് 69K, ജർമ്മനിയിൽ നിന്ന് 149K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് 277K. അങ്ങനെ മൊത്തം 5 മില്യന്റെ മുകളിലേക്കാണ് പടത്തിന്റെ ഓവർസീസ് കളക്ഷൻ വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ 43.10 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ ഓവർസീസിന് മാത്രം പടത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. വലിയ കളക്ഷൻ തന്നെയാണ് എന്തായാലും കിട്ടിയിട്ടുള്ളത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കർണാടകയിൽ 3.80 കോടി, നോർത്ത് ഇന്ത്യയിൽ നിന്ന് 2.50 കോടി, തമിഴ്നാടിന് 2 കോടി, പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അവിടുത്തെ 1.50 കോടിയും. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മൊത്തത്തിൽ 9.80 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ ഫസ്റ്റ് ഡേ 15 കോടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, പക്ഷേ 15ക്ക് എത്തിയിട്ടില്ല. എന്തായാലും കറക്റ്റ് പറയുകയാണെങ്കിൽ 14.07 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് പടം നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഡേ മൊത്തത്തിൽ 66.97 കോടിയാണ് പടത്തിന് വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മലയാളത്തിന്റെ ഈ റെക്കോർഡ് ഇനി തകർക്കണമെങ്കിൽ ഇനി കുറേ കാലം എടുക്കുന്നുണ്ടായിരിക്കണം. എന്തായാലും ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. പിന്നെ മിക്ക കാലത്തും ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ 4ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. മലയാളത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ആണ് 242K. ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലിയോ ആണ് ഫസ്റ്റ് 340K, ജവാന് സെക്കൻഡ് 325K, പട്ടാന് 3ാം സ്ഥാനത്ത് 267K, പിന്നെ എമ്പുരാന് 242K. അവിടെയാണ് മെയിൻ ആയിട്ട് ഡൗൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഹൈ തന്നെയാണ്. എന്തായാലും 2 ദിവസം എന്ന് വെച്ചാൽ 48 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ പടം 100 കോടി നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഫസ്റ്റ് ഡേത്തെ മാത്രമേ കറക്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ. സെക്കൻഡ് ഡേത്തെ കാര്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും കണ്ടറിയാം ഇനി എത്ര വരെ എത്തും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷനായ സ്പെഷ്യൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.